ഹലോ ബഡീസ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പൂവ് എന്തിനാണെന്ന് ഞാൻ പിന്നെ വീഡിയോയിൽ പറയുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തെ ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നാട് തന്നെ അറിയപ്പെടുന്ന തെയ്യ കലാരൂപത്തെ പരിചയപ്പെടുത്താനാണ്. അപ്പം ഈ കലാരൂപം നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നെയിം അറിയാമെങ്കിൽ ഈ തെയ്യം കെട്ടിയാടുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കൈതച്ചാമുണ്ടി തെയ്യമാണ്. അപ്പം ഈ കാവ് വന്നിട്ട് തലശ്ശേരി ചുങ്കം മലയൻകാവിലാണിത്. ഈ തെയ്യം നമ്മുടെ കണ്ണൂരിൽ തന്നെ വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് കെട്ടിയാടുന്നത്. അത്രയും ഉഗ്രരൂപിയായിട്ടുള്ള കാളി, നമ്മുടെ പാർവതി ദേവിയുടെ ഒരു രൂപമായിട്ടാണ് ഇതിനെ പറയുന്നത്. ഇതിൻ്റെ ഐതിഹ്യം വേറെയുണ്ട്. അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എന്നോട് ഡയറക്റ്റ് കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ ഞാൻ ഐതിഹ്യം പറഞ്ഞു തരുന്നതാണ്. അപ്പം ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ തലശ്ശേരി നാട്ടിൽ തന്നെ ആയതുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും നമ്മുടെ സ്വന്തം മണ്ണിനോട് ഭയങ്കര ഒരു സ്നേഹവും ആരാധനയൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് എൻ്റെ മണ്ണെന്ന് പറയുമ്പം നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഈ ഒരു മാസങ്ങൾ, അതായത് നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെയ്യം തിറയുടെ സീസണാണ്. അപ്പോൾ ഓരോ കാവുകളിലും കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളെ കണ്ട് വിസ്മയിച്ച് ഒவ்வொരു വർഷവും ഒவ்வொരു രീതിയിലുള്ള അത്രയും ശക്തി ആർജിച്ച ദൈവങ്ങളുടെ രൂപങ്ങളെ കണ്ട് പ്രാർത്ഥിച്ച് അവിടെയുള്ള വഴിപാടുകൾ നടത്തി കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള ഐശ്വര്യങ്ങൾ അവിടുന്ന് പകർത്തിക്കൊണ്ട് നമ്മൾ പങ്കുവെക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കലാരൂപം എന്ന് പറയാൻ പറ്റില്ല. അതിലുപരിയാണ് വേറെ ഒരു സംഭവമാണ്, എനിക്ക് പേര് കിട്ടുന്നില്ല. കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ലൈക്ക് ബിയോണ്ട് ദ വേർഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ഇയർ പറ്റുമെങ്കിൽ നിങ്ങൾ എവിടെ നിൽക്കുന്നവരാണെങ്കിലും, അതായത് കണ്ണൂരിൻ്റെ പുറം നാട്ടുകളിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വന്ന് കാണാൻ ശ്രമിക്കുക. അത്രയും മനോഹരമായിട്ടുള്ള കാര്യമാണ് ഈ കലാരൂപം. ഭയങ്കര ഒരു ഉഗ്രരൂപം എന്നൊക്കെ പറയില്ലേ. ഇതിൻ്റെ ഐതിഹ്യം അറിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പം ഈ നമ്മുടെ മലയൻകാവിൽ ഒരുപാട് തെയ്യങ്ങളുണ്ട്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഈ മലയൻകാവിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ 17 ഗുളികൻ ദൈവങ്ങളാണ് കെട്ടിയാടാറുള്ളത്. അതൊക്കെ ഈ ഒരു ക്ഷേത്രത്തിനെ ഒരു സ്പെഷ്യലാക്കുന്ന ഒരു കാര്യങ്ങളാട്ടോ. ഈ തെയ്യത്തിന് മുമ്പിൽ അങ്ങനെ ആരും പോയി വീഴാറില്ല. ബിക്കോസ് ഒരുപാട് നമ്മളെ പേടിപ്പെടുത്തും, അതുപോലെ തന്നെ നമ്മളെ ആശ്ചര്യപ്പെടുത്തും. വി വിൽ ബി ലൈക്ക് നമ്മൾ കാണുന്നത് ഒരു മിറാക്കിൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നതൊക്കെ ഒരു ഹ്യൂമൺ ആണോ ചെയ്യുന്നത് നമുക്ക് തോന്നിപ്പോവും. അത്രയുമാണ് ഇതിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്. ഈ ഒരു തെയ്യത്തിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ആൻഡ് ദാറ്റ് ഈസ് സംതിങ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ. എനിക്ക് ഈ വീഡിയോയിൽ ഇനിയും ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിലേക്ക് എല്ലാവരും ഇത് കാണണം, അനുഭവിച്ചറിയണം എങ്ങനെയാണെന്നും ഏതാണെന്നൊക്കെ. ഈ ദൈവത്തിൻ്റെ അടുത്ത് ആൾക്കാർക്ക് പോകാൻ തന്നെ ഭയങ്കര പേടിയായിരിക്കും കേട്ടോ. ഭയങ്കര പേടിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, ദൈവം എന്ന് പറഞ്ഞത് ഭയങ്കര ഉഗ്രരൂപത്തിൽ, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഐതിഹ്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് അവിടെ ഫോട്ടോഗ്രാഫിക്കായിട്ട് വരുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്തവണ ഞെട്ടിപ്പോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സോ മെനി ഫോറിനേഴ്സ് ഹാവ് ബീൻ ദേർ. അത് കഴിഞ്ഞ കൊല്ലം വരെ ഒരു 5-10 ഫോറിനേഴ്സ് ഉള്ളടുത്ത് ഇന്ന് വന്നേക്കുന്ന ഒരു വണ്ടി നിറയെ, ഒരു വാൻ നിറയെ ആൾക്കാരാണ് വന്നേക്കുന്നത് ഫ്രം ഫോറിൻ. ഐ നോ ദാറ്റ് സോ മെനി പീപ്പിൾ ആർ ഡൂയിങ് വ്ളോഗ്സ് ഓൺ ദിസ്. അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ഞാൻ എന്നാൽ പറ്റുന്ന വിധത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതിയാണ് ഞാനിത് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് വലിക്കുന്നില്ല, ബാക്കി നിങ്ങൾ കാണുക. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ്. அரியேனே சிவனே உன்னை போற்றே
காத்திட அரியேனே சிவனே உன்னை போற்றி